മോഡൽ എക്സാം 2021 ഹിന്ദി എക്സാമിൻ്റെ പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ്. ക്വസ്റ്റ്യൻ ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്. മേം രഥ് കാ ടൂട്ടാ ഹുവാ पहिया हूँ लेकिन मुझे फेंको मत. इतिहास की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. മഹാഭാരതത്തിൻ്റെ ഇതിൻ്റെ കഥ ഇങ്ങനെയാണ്. മഹാഭാരത യുദ്ധത്തിൻ്റെ 13-ാം നാൾ കൗരവർ ചക്രവ്യൂഹം ചമച്ച് അത് തകർക്കാൻ പാണ്ഡവരെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി സ്വീകരിച്ചത് അർജുനപുത്രനായ അഭിമന്യുവാണ്. ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടന്ന അഭിമന്യു അതിഭയങ്കരമായ യുദ്ധമാണ് കാഴ്ചവെച്ചത്. കർണൻ തുടങ്ങിയവർ പോലും പരാജയപ്പെട്ടപ്പോൾ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൗരവർ സംഘം ചേർന്നു. കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് അഭിമന്യുവിൻ്റെ വില്ല് തകർത്തു. പിന്നീട് തേർ തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു. അഭിമന്യു ആകട്ടെ കുതിരകളുടെയും ആനകളുടെയും പുറത്ത് കയറി വാളെടുത്ത് യുദ്ധത്തിനൊരുങ്ങി. തേർചക്രമായിരുന്നു പരിചയായി ഉപയോഗിച്ചത്. ഒടുവിൽ നിരായുധനായ അഭിമന്യു കൊല്ലപ്പെട്ടു. ഈ കഥാസന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അത് ധർമ്മവീർ ഭാരതിയാണ് എഴുതിയിരിക്കുന്നത്. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ ലേഖകനും കവിയും നാടകകൃത്തുമാണ്. ഇവിടെ മേം രഥ് കാ ടൂട്ടാ ഹുവാ पहिया हूँ, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസ് की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയാണ് ധർമ്മവീർ ഭാരതി. മഹാഭാരത യുദ്ധ സന്ദർഭത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള കവിതയാണ് ടൂട്ടാ പഹിയ. ഇത് ആധുനിക സമൂഹത്തിൽ മാനവീയ മൂല്യങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു. അതായത് ചരിത്രം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗം വിട്ട് സഞ്ചരിക്കുമ്പോൾ സത്യം പൊട്ടിയ ചക്രങ്ങളുടെ സഹായം തേടും. ഈ വരികളിലൂടെ ഈ കവി അർത്ഥമാക്കുന്നത് ഇതാണ്. ലേക്കിൻ മുझे फेंको मत, കിസ്കോ ആരെയാണ് എറിയരുത് വലിച്ചെറിയരുത് എന്ന് പറയുന്നത്? ഉത്തരം ടൂട്ടെ പഹിയേക്കോ, അതായത് പൊട്ടിയ ചക്രത്തിനെയാണ് വലിച്ചെറിയരുത് എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ വിശേഷൻ ശബ്ദ് കോൺസാ ഹേ. ടൂട്ടാ പഹിയ എന്നുള്ളതിൻ്റെ വിശേഷൻ ശബ്ദ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം പൊട്ടിയ ചക്രം. പൊട്ടിയ എന്നുള്ളതാണ് അതിൻ്റെ വിശേഷൻ ശബ്ദ്. ആൻസർ ടൂട്ട. 11ാമത്തെ ക്വസ്റ്റ്യൻ ടൂട്ടാ പഹിയ കിസ്കാ പ്രതിനിധിത്വ കർത്താ ഹേ, സ്പഷ്ട കരൂ. ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ടൂട്ടാ പഹിയ ടൂട്ടെ ഹുയെ മാനവ മൂല്യം കാ പ്രതീക് ഹേ. ഇവിടെ പൊട്ടിയ ചക്രം തകർക്കപ്പെട്ട മാനവ മൂല്യങ്ങളുടെ പ്രതീകമാണ്. हमारे समाज में कुछ गरीब निम्न जाति के लोग दलित आदिवासी आदि लोगों को सब निसार या तुच्छ मानते हैं. वास्तव में ऐसा मानना ठीक नहीं है, क्योंकि कौन कब कैसे कहाँ से काम में आएगा बता नहीं सकता. इसलिए किसी को निसार या तुच्छ ना माने. നമ്മുടെ സമൂഹത്തിൽ ദരിദ്രരുണ്ടാവും, നിമ്നജാതിക്കാരുണ്ടാവും, ദളിതരുണ്ടാവും, ആദിവാസികളുണ്ടാവും. ഇവരെ എല്ലാവരും നിസ്സാരമായിട്ട് കണക്കാക്കരുത്. വാസ്തവത്തിൽ അങ്ങനെ നിസ്സാരരാക്കുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരും എപ്പോഴാണ് അവരുടെ കഴിവുകൾ നമുക്ക് ലോകത്തിന് മനസ്സിലാകുക എന്നുള്ളത് അറിയില്ല. ഇസ്ലിയെ കിസിക്കോ നിസാർ യാ തുച്ഛ മാനെ, ആരെയും നിസ്സാരരാക്കി കണക്കാക്കരുത്. नेक्स्ट कवि और कविता का परिचय देते हुए पंक्तियों का आशय लिखे. ആശയം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ കവിതയുടെ ആശയം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ കവിയെ പറ്റി ഒരു ചുരുക്കത്തിൽ ഒരു വിവരണം കൊടുക്കണം. പിന്നെ കവിതയെ പറ്റി കൊടുക്കണം. ആശയം आधुनिक हिंदी साहित्य के प्रमुख कवि है धर्मवीर भारती. महाभारत युद्ध के प्रसंग को आधा बनाकर लिखी गई कविता है टूटा पहिया.
यह आधुनिक समाज में मानवीय मूल्यों की महत्ता उद्घोषित करती है. കവി ധർമ്മവീർ ഭാരതിയാണ്. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രമുഖ കവിയാണ്. ടൂട്ടാ പഹിയ ധർമ്മവീർ ഭാരതിയുടെ രചനയാണ്. अभिमन्यु चक्रव्यूहों में घुसे उसने युद्ध किया, लेकिन कौरवों ने युद्ध के नियमों का उल्लंघन करके अभिमन्यु पर आक्रमण किया. उसके रथ और धनुष तोड़ दिए गए. फिर भी अभिमन्यु तलवार लेकर युद्ध करने लगा. रथ का टूटा पहिया ही उनका ढाल था. आगे निरायुध अभिमन्यु मारा गया. इस कविता में कवि अभिमन्यु और रथ चक्र को प्रतीक मानते हैं. अभिमन्यु साधारण जन का प्रतीक है तो रथ चक्र महान मानवीय मूल्यों का. आज का युग पतनोन्मुख है. यहाँ मानवीय मूल्यों का ही महत्व है. यही कवि की राय है. इस प्रकार यह कविता बहुत प्रासंगिक बनती है.